ക്ലാസ് 9 ന്യൂ SCERT പാഠഭാഗങ്ങളാണ് നമ്മൾ ഓഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓഡിയോയിൽ ജിയോഗ്രഫി പാഠഭാഗത്തു നിന്നും ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ പാഠത്തിലേക്ക് കടക്കാം. മരുഭൂമികൾ 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികൾ. എത്രയാണ്? 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികൾ. മരുഭൂമികളെ രണ്ട് വിധത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ശീത മരുഭൂമിയും ഒന്ന് ഉഷ്ണ മരുഭൂമിയും. മറ്റൊന്ന് ഉഷ്ണ മരുഭൂമി. അപ്പോൾ ശീത മരുഭൂമികളുമുണ്ട്, ഉഷ്ണ മരുഭൂമികളുമുണ്ട്. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഡെസേർട്ടം എന്ന പദത്തിനർത്ഥം. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ് എറമോളജി. ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? എറമോളജി എന്നതാണ് മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇനി ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി എന്താണെന്ന് നോക്കാം. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി, ഇതിൻ്റെ അതിരുകളായിട്ട് വരുന്നത് വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടമാണ്, കിഴക്ക് ആരവല്ലി നിരകളാണ്, പടിഞ്ഞാറ് സിന്ധു നദീതടമാണ്, തെക്ക് റാൻ ഓഫ് കച്ച്. ഥാർ മരുഭൂമിയുടെ അതിരുകളാണ് നമ്മൾ പറഞ്ഞത്. വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, കിഴക്ക് ആരവല്ലി നിരകൾ, പടിഞ്ഞാറ് സിന്ധു നദീതടം, തെക്ക് റാൻ ഓഫ് കച്ച്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. അപ്പോൾ ഥാർ മരുഭൂമിയുടെ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയുടെ വിസ്തൃതി. ഇന്ത്യൻ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഥാർ മരുഭൂമിയുടെ ഭാഗത്തിൻ്റെ 2/3 ഭാഗവും ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാം. രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ കുറയാൻ കാരണം എന്താണ്? അപ്പോൾ രാജസ്ഥാനിലാണ് ഥാർ മരുഭൂമി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ കുറയാനുള്ള കാരണം? ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. പടിഞ്ഞാറൻ സമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വരുമ്പോൾ അത് ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പർവ്വതനിരകൾ രാജസ്ഥാനിലേക്ക് ഇവയെ ഈ മൺസൂൺ കാറ്റുകളെ കടത്തിവിടുന്നില്ല. അതുകൊണ്ടാണ് രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ മഴ ലഭിക്കാതെ പോകുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയിലൂടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് 2 ശാഖകളുണ്ട്. ഒന്ന് അറബിക്കടൽ ശാഖയും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയും. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറബിക്കടൽ ശാഖ എന്താണ്? ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള മഴയും രാജസ്ഥാനിൽ ലഭിക്കുന്നില്ല. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി ഹിമാലയ പർവ്വതത്തിന് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു.
അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും വരുന്ന കാറ്റിനെയും ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെയും അതുവഴിയും രാജസ്ഥാനിലേക്ക് മഴ ലഭിക്കുന്നില്ല. ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണത്തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് 2 ശാഖകളാണുള്ളത്. ഒന്ന് അറബിക്കടൽ ശാഖയും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയും. അപ്പോൾ അറബിക്കടൽ ശാഖ ഈ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നു. ഇനി ബംഗാൾ ഉൾക്കടൽ ശാഖ ഈ ശാഖയിലൂടെ വരുന്ന കാറ്റിനെ ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ ഈ 2 വഴിയിൽ കൂടിയും രാജസ്ഥാന് മഴ ലഭിക്കുന്നില്ല. കൂടാതെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണത്തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇനി ഥാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് മരുസ്ഥലി. മരുസ്ഥലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖലയാണ്. മറ്റൊന്നാണ് രാജസ്ഥാൻ ഭാഗർ. അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലമാണ് രാജസ്ഥാൻ ഭാഗർ. അപ്പോൾ ഥാർ മരുഭൂമിയെ 2ആയി തിരിച്ചു. ഏതൊക്കെയാണ്? മരുസ്ഥലിയും രാജസ്ഥാൻ ഭാഗറും. അപ്പോൾ ആദ്യം നമുക്ക് മരുസ്ഥലി എന്താണെന്ന് നോക്കാം. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയിൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി. ഇവിടത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് തുടർച്ചയായി കാണപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിൽ വരുന്ന ഓരോന്നിനെ കുറിച്ച് നോക്കാം. ഗ്രാനൈറ്റ്. ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഇനി അടുത്ത് നൈസ്. ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ. അടുത്തത് ഷിസ്റ്റ്. മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ. ഇനി ഥാർ മരുഭൂമിയുടെ 2ാമത്തെ ഭാഗമായ രാജസ്ഥാൻ ഭാഗർ നോക്കാം. രാജസ്ഥാൻ ഭാഗർ ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്ന് അറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകൾ അറിയപ്പെടുന്നു. ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകൾ കൃഷി സാധ്യമാക്കുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്നു. ഇനി ലൂണി നദിയെക്കുറിച്ച് നോക്കാം. ലൂണി നദി അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാകാറുള്ളൂ. ലിർലി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണ വാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നീട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. രാജസ്ഥാൻ ഭാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് സാംബർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാംബർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചക്കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിധ്വാന, സർഗോൾ, ഖാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ. ഈ തടാകങ്ങളെ
ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു. കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ. അപ്പോൾ നമ്മൾ ലൂണി നദിയെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് ഡിഫ്ലേഷനാണ്. എന്താണ് ഡിഫ്ലേഷൻ? കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്നറിയപ്പെടുന്നത്. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ ഓർ ഡിഫ്ലേഷൻ ഹോളോസ് എന്നറിയപ്പെടുന്നത്. ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം എന്ന് അറിയുന്നു. അപ്പോൾ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഡിഫ്ലേഷൻ അഥവാ അപവഹനമാണ്. ഇങ്ങനെ ചില ഗർത്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഡിഫ്ലേഷൻ ഹോളോസ് അഥവാ അപവഹന ഗർത്തങ്ങൾ എന്നറിയപ്പെടുന്നു. ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്ന അപരദന പ്രക്രിയയാണ് അപഘർഷണം. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു. കാറ്റിനാൽ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവയാണ് മണൽമേടുകൾ. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഓരോ മണൽമേടുകളും. ബർക്കൻസ്, ചന്ദ്രക്കലാകൃതിയിലുള്ള മണൽമേടുകളാണ് ബർക്കൻസ്. പാരാബോളിക് മണൽമേടുകളുണ്ട്, സീഫുകളുണ്ട്, അനുദൈർഘ്യ മണൽമേടുകളുണ്ട്, രേഖീയ മണൽമേടുകളുണ്ട്, വിലങ്ങൽ മണൽമേടുകളുണ്ട്. അപ്പോൾ ഇതിൽ ബർക്കൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചന്ദ്രക്കലാകൃതിയിലുള്ളൊരു മണൽമേടാണ് ബർക്കൻസ്. അടുത്തത് മരുപ്പച്ച. മരുപ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാലാവസ്ഥ നോക്കാം. മാർച്ച് മാസത്തോടെ ധാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ധാർ മരുഭൂമിയിൽ മഴക്കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ആരവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെൻറ്റിമീറ്റർ കുറവാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. ഡിസംബർ മാസത്തോടെ ധാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് ടു 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ജനുവരിയിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ഫെബ്രുവരി മാസത്തോടെ ശൈത്യം അവസാനിക്കുന്നു. ഇനി ഈ ഭാഗത്തെ മണ്ണ് എങ്ങനെയാണെന്ന് നോക്കാം. ധാർ മരുഭൂമിയിലെ മണ്ണ് മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നറിയപ്പെടുന്നു. തവിട്ടു നിറവും മണൽ ഘടനയും. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ബാഷ്പീകരണത്തോത് വർദ്ധിപ്പിക്കുന്നു. ഈ മണ്ണിൽ ലവണാംശം കൂടുതലാണ്. മണ്ണ് ക്ഷാരഗുണമുള്ളതുകൊണ്ട് പൊതുവെ ഈ മണ്ണ് വിളകൾക്ക് അനുയോജ്യമല്ല. പക്ഷേ നന കിട്ടിയാൽ ഈ മണ്ണിലും അവിടുത്തെ കൃഷികൾ ചെയ്യാം. ഇനി സസ്യജാലങ്ങളെക്കുറിച്ച് നോക്കാം. അവിടെ കാണുന്ന പ്രധാന സസ്യജാലങ്ങളാണ് കള്ളിമുൾച്ചെടികൾ, കുറ്റിക്കാടുകൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക്, അക്കേഷ്യ, യൂഫോബിയ തുടങ്ങിയവയും അവിടെ കാണാനാവും. ഇനി ജന്തുജാലങ്ങൾ നോക്കാം. മരുഭൂമിയിലെ കപ്പലായ ഒട്ടകം, പിന്നെ പക്ഷികൾ, ഉരഗങ്ങൾ, വന്യമൃഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കണുകൾ, പുള്ളിപ്പരുന്ത്, ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയാണ് പൊതുവെ ധാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ജന്തുജാലങ്ങൾ. ഇനി കൃഷി നോക്കാം.
ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്നാക്കി മാറ്റി. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലവിതരണം നടത്തുന്നു. മൃഗപരിപാലനം. കൃഷി കുറവായതിനാൽ മൃഗപരിപാലനം കൂടുതലാണ് ഈ മേഖലയിൽ. രാജസ്ഥാൻ്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ 10%-ഓളം രാജ്യത്തിൻ്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ 10%-ഓളം രാജസ്ഥാനിലാണ്. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം എന്നിവയാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതലായും വളർത്തുന്നത്. ഇനി ഗണനം. കേരളത്തിലെ മാർബിൾ ശേഖരണത്തിലെ വലിയൊരു പങ്ക് രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. കരകൗശല വ്യവസായം. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾ സമ്പന്നമാണ് ഈ ഏരിയ. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഒട്ടകങ്ങളുടെ തോലുപയോഗിച്ച് ലാബ ഷേഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിവ നിർമ്മിക്കുന്നു. തുകൽ നിർമ്മിതമായ നാടോടി സംഗീതോപകരണങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇനി ഊർജോൽപാദനം. ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ഈ മേഖലയിലുണ്ട്. സോളാർ പാനലുകളും വൈദ്യുതി ഉണ്ടാക്കുന്നു. ഇനി വിനോദസഞ്ചാരം. ഹവ്വാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജയിൽ ക്ഷേത്രം, റണക്പൂർ ജയിൽ ക്ഷേത്രം തുടങ്ങിയവ പ്രധാന ആകർഷക കേന്ദ്രങ്ങളാണ്. ഇത്രയുമാണ് ചാപ്റ്റർ 7-ൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.